വെട്ടിക്കാട് കപ്പൂച്ചൻ എഴുതിയ വിശുദ്ധ ഔസേപ്പിതാവ് എന്ന പുസ്തകം. വിശുദ്ധർ നമ്മെപ്പോലെയുള്ളവർ തന്നെ, അതേസമയം വളരെ വ്യത്യസ്തരും. ഒരുവന് പ്രചോദനം ലഭിക്കുന്നത് ഈ വ്യത്യാസം കണ്ടെത്തുമ്പോഴാണ്. ഈ വ്യത്യാസം കണ്ടെത്തണമെങ്കിൽ വിശുദ്ധരെ അറിയണം. വിശുദ്ധരെ അറിയണമെങ്കിൽ അവരുടെ ചരിത്രം വായിക്കണം, ആസ്വദിക്കണം. പുതിയ നിയമത്തിൽ കണ്ടുമുട്ടുന്നു. ഏറ്റവും വിനീതനായ വ്യക്തികളിൽ ഒരാളാണ് വിശുദ്ധ യോസേപ്പ്. ദാവീദിന്റെ രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നു. എങ്കിലും തൻ്റെ അധ്വാനം കൊണ്ട് ജീവിച്ച വ്യക്തിയായിരുന്നു. ദൈവത്തിന്റെ പദ്ധതിയിൽ അദ്ദേഹം ദൈവമാതാവിന്റെ ഭർത്താവാകാൻ നിയോഗപ്പെട്ട ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈശോയുടെ വളർത്തുപിതാവും ആയി. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒരു വാക്യത്തിൽ സംഗ്രഹിക്കാം: അദ്ദേഹം നീതിമാനായിരുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ നിധികളിൽ ഈശോയെയും മറിയത്തെയും സംരക്ഷിച്ചു പരിപാലിക്കുന്ന ദൗത്യം എത്ര വിശ്വസ്തയോടെ പൂർത്തിയാക്കി എന്ന് ആ ഒറ്റവാക്യം വ്യക്തമായി സൂചിപ്പിക്കുന്നു. വിശുദ്ധ യോസേപ്പ് നല്ല ഭർത്താവും നല്ല പിതാവുമായി ജീവിച്ചു. തിരുകുടുംബം ഏറ്റവും നല്ല കുടുംബമായി. ഒരു കുടുംബത്തിൽ പിതാവ് ചെയ്യുന്നതെല്ലാം യോസേപ്പ് തിരുകുടുംബത്തിലും ചെയ്തു. മറിയത്തിനും ഈശോയ്ക്കും ആവശ്യമുള്ളതെല്ലാം നൽകി അവരെ സംരക്ഷിച്ചു. ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ഔസേപ്പ് മരണമടഞ്ഞു. വിശുദ്ധ ഔസേപ്പ് മറിയത്തിന്റെയും ഈശോയുടെയും കരങ്ങളിൽ കിടന്നാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഭാഗ്യമരണത്തിന്റെ മധ്യസ്ഥനായി വിശുദ്ധ യോസേപ്പ് സഭ വണങ്ങുന്നു. 1870 പിയൂസ് 9 മാർപ്പാപ്പ വിശുദ്ധ യോസേപ്പ് പിതാവിനെ സർവ്വത്രിക സഭയുടെ സംരക്ഷകനായി പ്രഖ്യാപിച്ചു. മരണസമയത്ത് ദൈവകൃപ സ്വീകരിക്കുന്നതിന് ദൈവഭക്തനായി യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. തൊഴിലുകളുടെ പ്രത്യേകിച്ച് ആശാരിപ്പണി ചെയ്യുന്നവരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യോസേപ്പ്. തിരുകുടുംബത്തിന്റെ പാലകനായ വിശുദ്ധ യോസേപ്പ് കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ്. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ യോസേപ്പ് 2 തിരുനാളുകളാണ് നമ്മൾ ആചരിക്കുന്നത്: മാർച്ച് 19, മെയ് 1. ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഫാദർ ജോസ് വെട്ടിക്കാട് കപ്പൂച്ചൻ എഴുതിയ വിശുദ്ധ യോസേപ്പ് പിതാവ് എന്ന പുസ്തകം യോസേപ്പ് പിതാവിന്റെ ജീവിത അനുബന്ധ കഥകൾ ആസ്വദിച്ച് വായിക്കാനും വിശുദ്ധന്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി.